ഹോസിയ 6-ാം അധ്യായം. ആത്മാർത്ഥമല്ലാത്ത അനുതാപം. അവർ പറയും, വരുവിൻ, നമുക്ക് കർത്താവിങ്കലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കെട്ടും. 2 ദിവസത്തിനു ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മളെ ഉയർപ്പിക്കും. നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. എഫ്രായിം, ഞാൻ നിന്നോടെന്ത് ചെയ്യും? യൂദ, ഞാൻ നിന്നോടെന്ത് ചെയ്യും? നിന്റെ സ്നേഹം പ്രഭാത മേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്. അതുകൊണ്ട് പ്രവാചകന്മാർ വഴി അവരെ ഞാൻ വെട്ടിവീഴ്ത്തി. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ അവരെ ഞാൻ വധിച്ചു. എൻ്റെ വിധി പ്രകാശം പോലെ പരക്കുന്നു. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹനബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. എന്നാൽ ആദാമിൽ വെച്ച് അവർ ഉടമ്പടി ലംഘിച്ചു. അവിടെ വെച്ച് എന്നോട് അവർ അവിശ്വസ്തത കാണിച്ചു. ദുഷ്കർമ്മികളുടെ നഗരമാണ് ഗിലെയാദ്. അവിടെ രക്തം ഒഴുകിയ ചാലുകൾ കാണാം. പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ പുരോഹിത സംഘം ചേർന്നിരിക്കുന്നു. ഷെക്കേമിലേക്കുള്ള വഴിയിൽ അവർ കൊല നടത്തുന്നു. അതെ, അവർ ഹീനകൃത്യം ചെയ്യുന്നു. ഇസ്രായേൽ ഭവനത്തിൽ ഞാൻ ഭീകരമായ ഒരു കാര്യം കണ്ടു. എഫ്രായിമിൻ്റെ പരസംഗം അവിടെയാണ്. ഇസ്രായേൽ മലിനമായിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുമ്പോൾ, യൂദ, നിനക്കും ഞാൻ ഒരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട്.